മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 102/2025 എന്താണെന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനേഷനകത്ത് ഫിസിക്സ് കെമിസ്ട്രി പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം, പരിണത ഫലം അഥവാ നെറ്റ് ഫോഴ്സ് പൂജ്യമായ ഗ്രാഫ് ഏത്? സോ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫുകൾ എന്ന് പറയുന്നത് ദൂരം വേഴ്സസ് സമയം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. സോ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നത് രണ്ട് സിറ്റുവേഷൻസിലാണ്. ഇത് ബേസിക്കലി യൂണിഫോം മോഷന്റെ കേസിലാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോഷന്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. സോ രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ദൂരം വേഴ്സസ് സമയം ഒരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആണ്. ബേസിക്കലി ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്, അതായത് ത്വരണമുള്ള ഒരു മോഷന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വേഗം വേഴ്സസ് വെലോസിറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് അതും ഒരു പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. വേഗം വേഴ്സസ് സമയം താഴോട്ട് വരുന്നത്, അതായത് സമയത്തിനനുസരിച്ച് വേഗം കുറയുന്നു. സോ ഇതും ഒരു എന്താണ് നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. സോ ബേസിക്കലി ഫോഴ്സ് പൂജ്യമാവുന്നത് രണ്ട് സിറ്റുവേഷൻസിലാണ്. ഒന്ന് ഫോഴ്സ് പൂജ്യമാവുന്നതെന്ന് പറയുന്നത് ഒന്ന് ബോഡി നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോഴും ബോഡി യൂണിഫോം മോഷൻ, അതായത് നമുക്ക് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അനുസരിച്ചിട്ട് a body continues its state of rest or uniform motion unless it is compelled by an external force. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ബോഡി ഒന്നെങ്കിൽ റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്യും. സോ അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അപ്പോൾ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് നെറ്റ് ഫോഴ്സ് പൂജ്യമായിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് യൂണിഫോം മോഷനിലെ ബോഡി അതിന്റെ റെസ്റ്റിന്റെ കേസിലാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യം, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏത്? അതായത് ഒരു മീഡിയം, അത് ഫോർ എക്സാമ്പിൾ ആ ഒരു പർട്ടിക്കുലർ റേഡിയേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന മീഡിയം ആവശ്യമുള്ളത് പ്രകാശ തരംഗം, അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോ ബേസിക്കലി റേഡിയോ വേവ്സും ഗാമ വേവ്സും എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് വേവ് എന്ന് പറയുന്നവർ ഉപയോഗിച്ചിരിക്കുന്നത് ബേസിക്കലി വിസിബിൾ ലൈറ്റിനെ ആയിരിക്കും. സോ വിസിബിൾ ലൈറ്റ് ആയിക്കോട്ടെ, റേഡിയോ വേവ്സ് ആവട്ടെ, ഗാമ വേവ്സ് ആവട്ടെ, ഇവയെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സിംഗിൾ കാറ്റഗറിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം മീഡിയത്തിന്റെ ആവശ്യമില്ല, അത് വേഗത്തിൽ വേണമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അന്നേരം വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. മീഡിയം ആവശ്യമുള്ള ഒരു വേവ് എന്ന് പറയുന്നത് സൗണ്ട് വേവ് ആണ്. കാരണം സൗണ്ട് വേവ് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഡിഫറെന്റ് വേഗതയായിരിക്കും. സോളിഡിലായിരിക്കും അതിന് കൂടുതൽ സ്പീഡ് ഉള്ളതെന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ശബ്ദ തരംഗം, അത് സൗണ്ട് വേവ്സ് ആയിരിക്കും. അടുത്ത ചോദ്യം, ഘർഷണമില്ലാത്തൊരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലയം പ്രയോഗിക്കുന്ന കാണിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? ബേസിക്കലി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 കിലോഗ്രാം ആണ് നമുക്ക് വെയിറ്റ് ഉള്ളത്. 10 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ഈ റൈറ്റ് സൈഡിലേക്ക് 20 ന്യൂട്ടണും ലെഫ്റ്റ് സൈഡിലേക്ക് 20 ന്യൂട്ടണുമാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 20 - 8 എന്ന് പറയുന്നത് 12 ന്യൂട്ടൺ ആയിരിക്കും. സോ 12 ന്യൂട്ടൺ ആണ് അവിടുത്തെ ഫോഴ്സ്. അത് എത്ര കിലോഗ്രാമിൽ അപ്ലൈ ചെയ്യുന്നത്? 10 കിലോഗ്രാമിൽ. നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 10. സോ 12 ഡിവൈഡഡ് ബൈ 10 1.2. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അതായത് ബേസിക്കലായിട്ടുള്ള ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമുക്കിവിടെ നെറ്റ് ഫോഴ്സ് എത്രയാണെന്നുണ്ട്, മാസ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഡയറക്റ്റഡ് ആക്സിലറേഷൻ ഈസ് നത്തിങ് ബട്ട് ത്വരണം നമ്മൾ കണ്ടുപിടിക്കുന്നു. അടുത്ത ചോദ്യം, സൂര്യനെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ചാന്ദ്രയാൻ 3, റിസാറ്റ്, ആദിത്യ L1, മംഗൾയാൻ. ചാന്ദ്രയാൻ എന്ന് പറയുന്നത് മൂണിനെ പറ്റി പഠിക്കാനുള്ള, മംഗളയാൻ എന്ന് പറയുന്നത് ചൊവ്വയെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. സൂര്യനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അയച്ചതെന്ന് പറയുന്നത് ആദിത്യ L1 ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ചിഹ്നഗ്രഹം, സസ്തനി, ഉൽക്ക, മാൾവെയർ. സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് മാൾവെയർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട് എങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സോ ബേസിക്കലി നമ്മൾ ഷെല്ലുകൾ എഴുതുമ്പോൾ ആദ്യത്തേത് K ഷെൽ, രണ്ടാമത്തെ L ഷെൽ, മൂന്നാമത്തെ M ഷെൽ. K ഷെല്ലും L ഷെല്ലും ഫിൽ ആയതിനു ശേഷം മാത്രമേ M ഷെല്ല് ഫിൽ ആവുള്ളൂ. K ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ പറ്റും, L ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ പറ്റും, M ഷെല്ലിനകത്ത്
മാക്സിമം ഇപ്പൊ എത്രയുണ്ട് 6 ഇലക്ട്രോൺ ഉണ്ട്. സോ മൊത്തം ഇലക്ട്രോണുകളുണ്ട് 8 2 10 10 6 16. സോ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിനകത്ത് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ്. സോ ഓപ്ഷൻ സി 16 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 ആയി കുറഞ്ഞാൽ 2.6 ലിറ്ററായി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? സോ ബേസിക്കലി നിശ്ചിത മാസ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, വോളിയം, പ്രഷറുമായിട്ടുള്ള ബന്ധം തരുന്നതെന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ അനുസരിച്ചിട്ട് P1 V1 ഈക്വൽ ടു P2 V2. സോ നമ്മളിപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇനിഷ്യൽ ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്ന 1.3 അറ്റ്മോസ്ഫിയർ, വോളിയം എന്ന് പറയുന്ന 10 ലിറ്റർ ആണ്. പുതിയ വോളിയം എന്ന് പറയുന്ന 2.6 ലിറ്റർ, പ്രഷർ എത്രയാണെന്ന് അറിയത്തില്ല. 1.3 ഇരട്ടിയാണ് 2.6. സോ ഇവിടെ 2 വരും. 10 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. സോ പ്രഷർ എന്ന് പറയുന്ന 5 അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. മാഗ്നൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്ന് വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? സോ ബേസിക്കലി മാഗ്നൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ അയിരാണ്. സോ ബേസിക്കലി അതിന് എന്തൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി, അപദ്രവ്യത്തിന് എന്തില്ല? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. സോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനത്തിനെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തൊരു സാധനത്തിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം ചെയ്താൽ മതി. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കേരളത്തിലെ തീരപ്രദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഇൽമനേറ്റ്, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. കരിമണിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവാണ് ഇൽമനേറ്റ്. ഇൽമനേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടൈറ്റാനിയം ഓക്സൈഡിന്റെ കോമ്പൗണ്ട് ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം കാർബൈഡ്, കാൽസ്യം നൈട്രേറ്റ്. ബേസിക്കലി നമ്മുടെ കാൽസ്യം കാർബൈഡ് നോക്കിയാൽ കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റലീൻ അഥവാ C2H2 ജനറേറ്റ് ചെയ്യും. സോ ബേസിക്കലി അസറ്റലീൻ അഥവാ ഈഥൈന്റെ പ്രിപ്പറേഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാൽസ്യം കാർബൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട്. ഈ അസറ്റലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെയിം ചെയ്യുന്ന ഒരു ബേൺ ചെയ്യുന്ന ഒരു സാധനമാണ്, കത്തുന്ന വാതകമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കാൽസ്യം കാർബൈഡ് ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച ഫിസിക്സ്, കെമിസ്ട്രി പാഠ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.